ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഇലയട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വെള്ളം ചെറുതായിട്ട് ചൂടാക്കണം. മാവിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടി എടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് അലിയിച്ച് ചേർക്കുക. അതിനുശേഷം ഉപ്പിട്ടിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം മാവ് കട്ടിയിലാകുന്നത് വരെ വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചെറു ചൂടോടു കൂടിയുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ജീരകം ചെറുതായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജീരകം ഇടുന്നില്ല. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ കൊണ്ട് മാവിനെ നന്നായി കുഴച്ച് സെറ്റാക്കി വയ്ക്കുക. ഇനി വേണ്ടത് ശർക്കരയും തേങ്ങയുമാണ് വേണ്ടത്. പകുതി അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇലയട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാഴയിലയാണിത്. ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കുഴച്ചിട്ടുള്ള മാവിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം വാഴയിലേക്ക് നന്നായി പരത്തിയെടുക്കുക. നല്ലോണം കട്ടിയാകാൻ പാടില്ല. കുറച്ച് നൈസാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഏകദേശം ഇതുപോലെ പരത്തി വയ്ക്കുക. ഇനി ഇതിലേക്ക് ശർക്കരയും തേങ്ങയും ഇടണം. ഫസ്റ്റ് ശർക്കരയാണ് ഇടുന്നത്. മധുരത്തിനനുസരിച്ചിട്ട് കൂടുതൽ ഇടാൻ നമുക്ക്. ഇത് വെച്ചിരിക്കുന്ന മാവിൽ ഏകദേശം കവർ ചെയ്യുന്നത് പോലെ വേണം ഇടാൻ വേണ്ടിയിട്ട് ശർക്കര. അതിനുശേഷം തേങ്ങ ഇടുക. എല്ലാ ഭാഗത്തും ഇടണം. ഇതുപോലെ നമ്മൾ തേങ്ങയും ശർക്കരയും എല്ലാ ഭാഗത്തും ഇട്ടതിന് ശേഷം ഉള്ളതാണ് ഇങ്ങനെ. ഫ്രണ്ട്സ്, ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിൽ വീഡിയോ ചെയ്യാം. ഈ വാഴയില നടുവോടെ മടക്കി വയ്ക്കാം. നടുക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കാം. ഈ തട്ടിലാണ് വേവിക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം തട്ട് വയ്ക്കുക. തട്ട് വെച്ചതിന് ശേഷം ഓരോ ഇലയുടെയായിട്ട് വെച്ച് കൊടുക്കുക. ഇലയട ഉണ്ടാക്കിയതെല്ലാം വെച്ചതിന് ശേഷം അടച്ച് വേവിക്കുക. ഇലയട നന്നായി വെന്തിട്ടുണ്ട്. വാഴയിലെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. ഈ എല്ലാ ഇലയടയും മാറ്റി വയ്ക്കാം. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. വാഴയില മാറ്റിയതിന് ശേഷം നമ്മളുടെ ശർക്കര അത് എല്ലാ ഭാഗത്തും മെൽട്ടായിട്ടുണ്ടാകും. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.